ആൻഡ് ഒരു സ്ഥലം അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതും ഒരു പുതുമയുള്ള കാര്യമാണല്ലോ. മലയാള സിനിമയ്ക്ക് എപ്പോഴും അങ്ങനത്തെ കഥകളും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം അത് വർക്ക് ആക്കിയിട്ടുള്ളൊരു അതൊരു സ്ഥലത്ത് നടക്കുന്ന കഥ തന്നെയാണ്. ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. പക്ഷെ ഒരു ത്രില്ലറും എല്ലാം കൂടി എല്ലാ എലമെന്റ്സും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളങ്ങനെ ഇപ്പം നമ്മൾ എല്ലാ സിനിമ പറയുമെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പുതുമ തോന്നുന്ന സിനിമ ആണ് നമ്മളെല്ലാം പറയുമെങ്കിലും ഈ സിനിമയുടെ ഏറ്റവും കോർ നമുക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇതിൻ്റെ കണ്ടന്റ് തന്നെയായിരുന്നു. അതിൻ്റെ ആ കണ്ടന്റാണ് ഈ സിനിമയുടെ ഹീറോ, അല്ലെങ്കിൽ കണ്ടന്റാണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരും എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും 22-ാം തീയതി അറിയാം. അശ്വിൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ തന്നെ കോമൺ ആയിട്ട് പണ്ടത്തെ സിനിമകളിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ളത് അശോകൻ ചേട്ടന്റെ അവശതയാണ്. തമാശയിൽ ഒരു കൈൻഡ് ഓഫ് അവശതയുണ്ട്, മിനൻ മുരളിയുടെ ഒരു കൈൻഡ് ഓഫ് അവശതയുണ്ട്, ടർക്കിഷ് തർക്കത്തിൽ കാണുമ്പോൾ ഒരു അവശതയുണ്ട്. അത് കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. പക്ഷെ മൂന്ന് ലെവലിലാണ് നിൽക്കുന്നത്. പണ്ട് ഒരുപാട് എനർജിയിൽ നിന്ന് ഒരാൾ ഇപ്പോൾ ചെയ്യുന്നതിന് ഈ അവശത എന്നുള്ള എലമെന്റ് വരുന്നത് ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഇപ്പൊ ഞാൻ അവശതയുള്ള ക്യാരക്ടർ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് തരുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ വിളിക്കാൻ നേരത്ത് കുറെ സിനിമകള് നിങ്ങൾ പറഞ്ഞ പണ്ട് ഒരു എനർജി ഉണ്ടായിരുന്നു, ആ എനർജിക്ക് ഇപ്പോഴും ഉണ്ട്. ആ എനർജിയുള്ള സബ്ജക്റ്റ് വരുന്നില്ല. പഴയ തമാശയുള്ള ഒരു സിനിമകൾ, അല്ലെങ്കിൽ പഴയ പോലെ തമാശ വേണ്ട, തമാശയുള്ള ഏതെങ്കിലും ഒരു സിനിമ ഒരു കഥ പറയാൻ അല്ലെങ്കിൽ ഒരു പടം അഭിനയിക്കുന്നത് കൊതിയാണ്. നമുക്ക് കിട്ടുന്നില്ല. കുറേ കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നല്ല സംഭവങ്ങളല്ല. പിന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ നമ്മളെ കാണൂല ആൾക്കാർ. പണ്ട് മമ്മൂക്ക പറഞ്ഞ പോലെ, മമ്മൂക്കയും പറഞ്ഞു, ഡയറക്ടർ ജയരാജ്, പിന്നെ ഷാജി കിലാസ്, അങ്ങനെ അവരൊക്കെ കുറേ പേര് പറഞ്ഞത് അശോകനൊന്നും പെട്ടെന്ന് ഔട്ടാവില്ല. ഞാൻ എന്നെ തന്നെ പറഞ്ഞാൽ ശരിയല്ല. കാരണം ഒരു പഞ്ചാബി ദിവസം സിനിമ നിന്റെ കിടപ്പുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ കഴിവുണ്ട്, നല്ല സബ്ജക്റ്റുകൾ വരുന്നില്ല. ഇപ്പം ഇതിലിപ്പോൾ കുറേ ഇത്തിരി ഏജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്തേക്കുന്നത്. കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 പടം ഇറങ്ങാനുണ്ട്. ഗംഭീര വർക്കുകൾ മറ്റ് പലതും ഗംഭീരം നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പ്രവർത്തകർ ഞാൻ മനസ്സിലാക്കിയത് ഗംഭീരമാണെന്നാണ്. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാത്തതന്നെ ചെയ്തേക്കുന്നത്. ചെയ്യാൻ പോകുന്നതും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സിനിമ അല്ലാത്തതിലും ചില കാര്യങ്ങളിലൊക്കെ ഗംഭീരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു എന്ന് അറിയുന്നു. സിനിമ അല്ലാത്ത മറ്റേ ഇതില് വെബ് സീരീസിലല്ലേ ഒരു നല്ല ക്യാരക്ടറാണ് ഇപ്പൊ ചെയ്തത്. ഇവന്റെ ചേട്ടനൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ് പറയുന്നത്. അത് ഇതുവരെ ശ്രീഹർഷൻ ചേട്ടനെ കാണാത്തൊരു രീതിയിൽ ഭാവത്തിൽ കാണാൻ പറ്റുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നു. താടിയൊക്കെ പഠിച്ചൊരു പടം ചെയ്തു. അതെ, എന്തൊക്കെയാണ് അച്ഛന്റെ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ താടി പഠിച്ചിട്ട് പോലീസ് ഓഫീസർ സൗബിന്റെ പടം പാതിരാത്രി, അതില് കുറെ മീശ നീട്ടി വളർത്തി. കേരള ഫയൽ തന്നെ പടത്തിന് വേണ്ടി, വെബ് സീരീസിന് വേണ്ടിയാണ് ആദ്യം താടി ചെറുതാക്കി കുറ്റിയാക്കി. അതിൽ ഇത്തിരി ഡ്രഗ് ഒരു ക്യാരക്ടറാണ്. ഡ്രഗ് കഞ്ചാവും ഒക്കെ വലിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്ത പിന്നെ താടി പിടിച്ചിട്ട് രത്തീന പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെയ്യണമെങ്കിൽ താടി ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മീശ കുറച്ച് കൂടുതൽ വളർത്തിയിട്ട് ചെയ്തു. പക്ഷെ ഇതിൽ നമ്മുടെ പഴയൊരു അപ്പിയറൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിനുണ്ടെങ്കിൽ കുറേ ക്യാരക്ടേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞതിൽ ഒന്നാണ് ടർക്കിഷ് സർക്കസിൻ്റെ. പിന്നെ നേരത്തെ ലുക്മാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ എലിമെൻ്റാണ് സൂപ്പർ, കണ്ടന്റ് സൂപ്പർ സാധനമാണ്, ഭയങ്കര ഡെപ്തുള്ളൊരു സംഭവമാണ്. നടന്മാരെപ്പോഴും നിസ്സഹായരാണെന്ന് പറയുമല്ലോ. നമുക്ക് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, വരുന്നതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വെയിലിന് ശേഷം അല്ലെങ്കിൽ ഡിയർ ബാപ്പിക്ക് ശേഷം വരുന്നതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്യുക തന്നെയാണ് എപ്പോഴും സ്ട്രാറ്റജി. അങ്ങനെയല്ല, വരുന്നതിനെ നല്ലതാക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. കാരണം അങ്ങനെ ചെയ്യുന്നതും കൂടിയാണ്. നമ്മൾ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ബൗണ്ടഡ് ആണെന്ന് പറയുന്നതിനോട് എനിക്കറിയില്ല. പക്ഷെ കിട്ടുന്നതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റുകളും ചിന്തിക്കുക. നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സ്പേസ് ആയിരിക്കും കിട്ടുന്നത്. ആ ഗ്രൗണ്ട് സ്പേസ് നമ്മുടേതാണ് എന്നുള്ളത് വിശ്വസിച്ചിട്ട് അതിന് നമ്മുടേതാക്കി എടുക്കുമ്പോഴാണ് അത് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. അത് എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ഞാൻ അങ്ങനെയാണ് ശ്രമിക്കുന്നത്. ഇതിൽ ഞാൻ ഉമ്മേട്ടോ, ലുക്കുവിന്റെ ഉമ്മയാണ്. പിന്നെ ഒരു പടത്തിൽ എന്റെ ഭാര്യ, വേറൊരു പടത്തിൽ ഇത് എന്റെ ഭാര്യ. ഈ പടത്തില് പറഞ്ഞ ചേച്ചി ഈ ഡയറക്ഷനിലൊക്കെ ഒരു സെൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഒരു പടത്തിന്റെ സബ്ജക്ട് പറയുമ്പോഴേക്കും അതിന്റെ ടോട്ടാലിറ്റി എങ്ങനെയായിരിക്കും, ഇത് ഞാൻ ചെയ്താൽ നന്നായിരിക്കും, ഇവിടെ ഈ ക്യാരക്ടർ പ്ലേസ്മെന്റ്
ഓക്കെ ആയിരിക്കും, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടോ? എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ക്യാരക്ടർ എടുക്കാനുള്ള സ്പേസ് ഞങ്ങളിതുപോലത്തെ സപ്പോർട്ടിങ് ആക്ടേഴ്സിന് ഇല്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അപ്പോൾ വരുന്നത് ഇപ്പോൾ നേരത്തെ ശ്രീരാഗ് പറഞ്ഞതുപോലെ വരുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ എത്രത്തോളം മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ഈ കഥ മൊത്തത്തിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മലയാള സിനിമയിൽ, എനിക്ക് വേറെ ഭാഷാ ചിത്രങ്ങൾ അറിയില്ല, മലയാള സിനിമയിൽ ഇതൊരു പുതിയ കണ്ടന്റ് തന്നെയാണ്. ഇങ്ങനെ ഈ ഒരു കഥ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓ ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കൗതുകം മനസ്സിലുണ്ട്. ഞാൻ പിന്നെ ഈ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറല്ല, അതിലൊരു പോർഷനിൽ വരുന്നതാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മളോട് കഥ മൊത്തത്തിൽ പറയുമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നവാസ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ തന്നെയാണ് ഞാനും ഒരു പ്രേക്ഷകനെ പോലെ കാത്തിരിക്കുന്നത്. കാരണം ത്രൂ ഔട്ട് ജേണിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും എല്ലാവരും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നവാസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവനൊരു എക്സ്ട്രാ ഓർഡിനറിലി എഫേർട്ട് എടുത്തിട്ട് ഈ പടത്തുമ്മ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണെന്ന് വെച്ചാൽ ഇതിലൊരു ഗ്രാമം മൊത്തം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതെ അതെ. അപ്പം നമ്മളൊരു ഗ്രാമം, അതിൽ പല ലെയറിലുള്ള മനുഷ്യന്മാർ, പല വിശ്വാസധാരകൾ, ഇതിൻ്റെയൊക്കെ ഒരു കൾമിനേഷനാണ്. ഭയങ്കരമായിട്ട് നമുക്കത് അതിൻ്റെ ഒരു പൾസ് ഫീൽ ചെയ്യും. നമുക്ക് എങ്ങനെയാണ് മനുഷ്യന്മാർ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇമോഷണലി ഇതായി പോകുന്നത്, അങ്ങനെ പല ലെയറും ഉണ്ട്. അതേസമയം ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം പൾസ് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് അതൊരു പുതുമയായിരിക്കും. കാരണം ഇപ്പം നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ, കുറച്ച് കഥാപാത്രങ്ങളും ഒരു ത്രെഡും പിടിച്ചു പോകുന്നത്. ഇത് അങ്ങനെയല്ല, മൊത്തം ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അത്. ചേച്ചി പറഞ്ഞ പോലെ ഈ കണ്ടന്റ് കേട്ടപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആണ് നമ്മളൊക്കെ അതിൽ. ഇതെങ്ങനെയായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുക എന്നുള്ളത്. ഓരോ ദിവസം നമ്മൾ രാവിലെ വരുമ്പോഴേ സീൻ എടുക്കുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. രാവിലെ വരുമ്പോൾ തന്നെ ഇന്ന സീനാന്ന് നമ്മൾ തലേദിവസം പറയുമെങ്കിൽ തന്നെ അത് ചെയ്യാൻ ഭയങ്കര മൂഡായിരുന്നു. കാരണം ഒരു വിഷയത്തെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും ഡ്രോപ്പ് ആവും അങ്ങനെ നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഭയങ്കര മൂഡായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ വെർബൽ വയലൻസ് ആണോ കൂടുതൽ, അതോ ശരിക്കും പ്രാക്ടിക്കലുള്ള വയലൻസ് ആണോ? ഏത് വയലൻസ് ആണ് കൂടുതൽ? അല്ല, വയലൻസ് എന്നുള്ളതിന്റെ അപ്പുറം അങ്ങനെ ഒരു വയലൻസ് പരിപാടി ഇല്ല. ഒരു കടന്നിട്ടുള്ള വയലൻസ് ഒന്നും ഇല്ല സിനിമ. ഇമോഷണലി ഉള്ള ഒരു ഔട്ട് ബേസ്റ്റുകളാണ് അത്. അല്ലാണ്ട് വയലൻസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കൂലേ, അപ്പൊ എങ്ങനെയായിരിക്കും മനുഷ്യന്മാര് പെരുമാറുക? തർക്കം എന്ന് പറയുമ്പോ തന്നെ തർക്കം പല രീതി ഉണ്ടല്ലോ, അതിന്റെ പല വേർഷൻസ് ഉണ്ടല്ലോ. ഇത് വളരെ സ്വാഭാവികമായിട്ടൊരു നാട്ടിൽ സംഭവിച്ച ഒരു കാര്യം, മനുഷ്യന്മാർക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിച്ചപ്പോ അതിലുണ്ടായ ഒരു അസ്വാഭാവികതയിൽ ഉണ്ടാവുന്ന ഒരു ഫാന്റസി എലമെന്റും ഉണ്ട്. ഒരു ഫാന്റസി എലമെന്റും സിനിമയ്ക്കുണ്ട്. പക്ഷെ ഫാന്റസിക്ക് അപ്പുറം അതിനകത്ത് സയൻസ് ഉണ്ട്. എന്നാ റിയൽ ഇൻസിഡന്റുമായിട്ട് ബന്ധമുണ്ടോ വെച്ചാൽ അതുണ്ട്. രണ്ട് വിഭാഗമായിട്ട് മാറുന്നുണ്ട് അവിടെ.